ഇതാണ് അപ്പയുടെ അർക്കുള ഓഷ്യൻ. ഭയങ്കര പറിച്ചില്ല. എങ്ങോട്ടാണ് പോകുന്നത്? ഹലോ, നമസ്കാരം. നമുക്ക് മൂലമറ്റം 6 പുഴ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ആറ്റിലേക്കാണ്. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ മിസ്സാവുന്ന കുറേ കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ആറ്റിലെ കുളിയും ആറ്റിൽ പോയിട്ടുള്ള ചാട്ടം, വെള്ളത്തിൽ ചാട്ടം, ഇതൊക്കെ. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ മുതൽ ഇങ്ങനെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഭയങ്കര ചൂടും, പിന്നെ അത് തന്നെയല്ല നമ്മുടെ മൂലമറ്റം 6-നൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാമല്ലോ, മൂലമറ്റം പവർ സ്റ്റേഷൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ എപ്പോഴും ഓപ്പണാക്കി വിട്ട് ചില സമയങ്ങളിൽ അവിടെ ജനറേറ്ററിൻ്റെ വർക്കിംഗ് അനുസരിച്ചിരിക്കും നമ്മുടെ 6-ൻ്റെ ഒഴുക്കും വെള്ളത്തിൻ്റെ ഒരു സ്ട്രെങ്തും ഒക്കെ. പിന്നെ നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തി. ഇത് നമ്മുടെ മൂലമറ്റം പോകുന്ന റൂട്ടിൽ അറക്കുളം എന്ന് പറയുന്ന ഒരു ഏരിയയിലുള്ള ഒരു കടവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു ലോറി സ്റ്റാൻഡൊക്കെ ഉണ്ട്. ലോറി സ്റ്റാൻഡ് അവർ ഇങ്ങനെ ഫുൾ ടൈം അവിടെ ഇട്ടേക്കുമല്ല, അവിടെ എഫ്സി ഗോഡൗണിൻ്റെ ലോറികളൊക്കെയാണ് അവിടെ വന്ന് പാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വന്ന് ഇപ്പോഴത്തേക്കും അവിടെ 2-3 കടവുകളുണ്ട്. അപ്പോൾ അതിൽ 1-2 കടവിൽ ആൾക്കാരുണ്ട്. പിന്നെ ചെറിയ കടവുണ്ടായിരുന്നു. അവിടെ നമുക്ക് പിള്ളേരെയും കൊണ്ട് ഇറങ്ങാനായിട്ട് അത്ര ഒരു സേഫ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അപ്പുറത്ത് വേറൊരു കടവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ കണ്ട വെള്ളം ഇതുണ്ടോ, നല്ല ഭയങ്കര, നമ്മളിങ്ങനെ മേളിൽ നിന്ന് നോക്കുമ്പോൾ അത്ര ഒഴുക്കായിട്ട് ഫീൽ ചെയ്യത്തില്ലെങ്കിലും നല്ല ആഴമുണ്ട്, അടിയൊഴുക്ക് നന്നായിട്ടുണ്ട്. അപ്പം ഇത് നമ്മളത് പുതിയ കടവിലേക്ക് പോവുകയാണേ. പുതിയ കടവല്ല, അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. അപ്പോൾ അവർ കഴിഞ്ഞിട്ട് കയറാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പയ്യെ പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇവിടെ തൊട്ട് ചേർന്ന് വീടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് തോന്നുമെങ്കിലും സേഫ്റ്റി അത് ഒത്തിരി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾക്കിങ്ങനെ പെട്ടെന്ന് നോക്കുമ്പം വലിയ ഒഴുക്കില്ലാത്ത പോലെയും അല്ലെങ്കിൽ അധികം ആഴമില്ലാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അങ്ങനല്ല. ഈ ഏരിയ എന്ന് പറയുന്നത് വെള്ളം, നമ്മുടെ പ്രളയത്തിൻ്റെ സമയത്ത് ഇവിടെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോറിയുടെയൊക്കെ ഡ്രൈവർ സീറ്റിൻ്റെ അവിടെ വരെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് വെള്ളം ഇങ്ങനെ കയറി പ്രളയത്തിൻ്റെ സമയത്ത് 1-2 ഇടത്ത് ഉരുൾ പൊട്ടി. അപ്പോൾ അങ്ങനെ വന്ന വെള്ളം എല്ലാം കൂടി പുഴയിൽ കൂടെ വന്ന് അവിടെ മുഴുവൻ സ്പ്രെഡായി അത്രയും കയറി വന്നായിരുന്നു. ഇതുണ്ടോ, ഇത്രയും താഴെ നിന്ന് വെള്ളമായിരുന്നു. ഈ സ്റ്റെപ്പെല്ലാം കയറി മേളിൽ കയറി അവിടെയൊക്കെ വെള്ളമായിരുന്നു. ഫുള്ളിങ്ങനെ ചെളിയുടെ കളറിലായിരുന്നു. ഉരുൾ പൊട്ടി വെള്ളം പൊങ്ങിയതായിരുന്നേ. അന്ന് മൂലമറ്റത്ത് കുറേ വീടുകളൊക്കെ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു കടവ്. ഈ കടവിൽ നമ്മൾ ഇറങ്ങിയില്ല. ഇവിടെ ഇങ്ങനെ നല്ല പായലാണ്, ഭയങ്കര വഴുക്കലുണ്ട്. പിള്ളേരെ കൊണ്ട് ഇറങ്ങുമ്പം, പിള്ളേരെ തന്നെയല്ല, എനിക്കും എല്ലാം പേടിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ വന്നത് ഞാൻ, എൻ്റെ അമ്മ, പിള്ളേർ, അപ്പയും, ഞങ്ങൾ ഇത്തരം പേരെ പോയത്. അപ്പോൾ അമ്മയ്ക്ക് മാത്രമേ ശരിക്കും പറഞ്ഞാൽ നീന്തൽ അറിയാവുന്നുള്ളൂ. പിള്ളേർക്ക് 2 പേർക്കും കുഴപ്പമില്ല. അപ്പോൾ നമ്മളങ്ങനെ വെള്ളത്തിൽ വന്നു. പയ്യെ പരിപാടി ഇങ്ങനെ കുളിക്കാനൊക്കെ തുടങ്ങി. മറിയക്കുട്ടി വെള്ളത്തിൽ കിടന്ന് ചാട്ടമൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. നമ്മുടെ ഈ ആറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു എൻ്റെ അമ്മയുടെയൊക്കെ വീട്. അപ്പോൾ അവിടെ അമ്മയ്ക്ക് നല്ല എന്താ പറയുക, അവർ എപ്പോഴും വെള്ളത്തിൽ ഇവിടെ ഈ ആറ്റിൽ വന്ന് കുളിക്കുകയും തുണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അത്ര അങ്ങനെ വലിയ ഒരു പേടിയില്ല. അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് കയറി. പിന്നെ മറിയക്കുട്ടി അങ്ങനെ റെസ്റ്റ് എടുക്കുന്നു. മറിയക്കുട്ടി കുളിച്ചാ? ആറ്റി കുളിച്ചാ? എങ്ങനെയാ കുളിച്ചേ? മടുത്താ? അങ്ങനെ നമ്മുടെ അലക്കും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ മൂലമറ്റം 6 എല്ലാവരെയും ഒന്ന് കാണിക്കണം, ഇവിടുത്തെ ഒരു കുഞ്ഞു കടവും കാര്യങ്ങളൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളിതേ ഹാറ്റിലെ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതൊക്കെ കയറാൻ പോവുകയാണ്. ടാറ്റാ. അപ്പോൾ ഓക്കെ, ടാറ്റ. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സീ യു.